ഒന്നാമത്തെ ചോദ്യം, സാഹിത്യലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ബഷീറിൻ്റെ കൃതി. സാഹിത്യലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ഉത്തരം തങ്കം. നാലാമത്തെ ചോദ്യം, ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ജയകേസരി. അഞ്ചാമത്തെ ചോദ്യം, ബഷീറിന് ദളിത് ബിരുദം നൽകിയ സർവകലാശാല. ബഷീറിന് ദളിത് ബിരുദം നൽകിയ സർവകലാശാല. ഉത്തരം കോഴിക്കോട് സർവകലാശാല. ആറാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5. ഏഴാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം. ഉത്തരം യാ ഇലാഹി. എട്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജന്മശതാബ്ദി എന്ന് ആചരിച്ച വർഷം. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം. ഉത്തരം 2018. ഒമ്പതാമത്തെ ചോദ്യം, ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത്. ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത്. ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ. ഉത്തരം എം.എ. റഹ്മാൻ. എം.എൻ. കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേര്. എം.എൻ. കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേര്. ഉത്തരം ബഷീർ മാല. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി. ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. 13ാമത്തെ ചോദ്യം, മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി. ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. 14ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഏത് കൃതിയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടി ഉള്ളത്? ബഷീറിൻ്റെ ഏത് കൃതിയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടി ഉള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബഷീർ രചിച്ച ഒരേയൊരു നാടകം. ബഷീർ രചിച്ച ഒരേയൊരു നാടകം. ഉത്തരം കഥാബീജം.